ജാവാസ്ക്രിപ്റ്റ് കോഡിംഗ് ചലഞ്ച് പാർട്ട് 4 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. എന്നാലും ഇത് ഫംഗ്ഷൻസും നമ്മൾ പഠിച്ച ഒരുപാടധികം കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും വേഗം മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മൾട്ടിപ്ലൈ അറേ എന്നാണ് ആ ഫംഗ്ഷൻ്റെ പേര്. അതിലോട്ട് നമ്മളൊരു ഒരു ആ മുകളിൽ അടിച്ചിരിക്കുന്ന സെറ്റ് ഓഫ് അറേ ഇല്ലേ, ആ അറേയും ഒരു ടാർഗറ്റ് വാല്യൂം പാസ് ചെയ്യും പാരാമീറ്റേഴ്സ് ആയിട്ട്. ആ അറേ ഈ അറേൻ്റെ അകത്തുള്ള ഓരോ നമ്പേഴ്സിനെ എടുത്ത് ആ ടാർഗറ്റ് വാല്യൂ ആയിട്ട് ഗുണിച്ച് ആ ടോട്ടൽ ആ ഗുണിച്ച് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോണ ഈ ചലഞ്ച്. വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാനും എഴുതാനും വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. അപ്പം ഞാൻ ആദ്യം ഫങ്ഷൻസ് കൊടുത്ത് മൾട്ടിപ്ലൈ അറേ എന്നാണ് ഫംഗ്ഷന് പേര് കൊടുത്തേക്കണം. എന്നിട്ട് നമ്മൾ ആ പാസ് ചെയ്ത പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള അറേനെയും അതുപോലെ തന്നെ ടാർഗറ്റിനെ നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് എടുത്ത് എന്നിട്ട് നമുക്ക് നേരെ ഫസ്റ്റ് നമുക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല, ഇവിടെ വാല്യൂ ഇല്ലാതെ അയച്ചാൽ അല്ലെങ്കിൽ സ്ട്രിങ്ങും കൂടെ ചേർത്ത് അയച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ചെയ്യാൻ പോകണം ആദ്യം. അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വേരിയബിൾ മുകളിൽ ഡിഫൈൻ ചെയ്ത് സമ്മ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, സമ്മ നിങ്ങൾക്ക് എന്ത് പേരും എടുക്കാം. എന്നിട്ട് നമ്മൾ ഫോർ ലൂപ്പ് എടുത്ത് നിങ്ങൾക്ക് മാപ്പൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ കേട്ടോ, മാപ്പ് ഉപയോഗിച്ചും ചെയ്യാൻ. ആ ഫോർ ലൂപ്പ് ആ ഓൾഡ് രീതിയിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഫോർ ലൂപ്പിൽ തന്നെ ചെയ്യണത്. 0 കൊടുത്ത് ഐ എന്നാണ് ആ ഒരു വേരിയബിളിന് ഞാൻ 0 എന്നൊരു വാല്യൂ കൊടുത്ത് ഐ ലെസ് ദാൻ അറയുടെ ലെങ്ത് വരാം. അറേ ലെങ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അറേ ലെങ്ത് എന്താണ്. ഈ ഇങ്ങനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, അറയുടെ ലെങ്ത് അനുസരിച്ച് ഓരോ വാല്യൂ എടുക്കുന്നതിന് നമ്മളത് വിളിക്കുന്നത് i++. ഓരോ വട്ടം അത് വർക്ക് ആകുമ്പോൾ i++ ആയി ഇത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സമ്മ് പ്ലസ് ഇസീക്വൽ ടു എന്ന് പറഞ്ഞാൽ ആ സമ്മിൻ്റെ അകത്ത് ഓരോ വാല്യൂ ആഡ് ആയിക്കോളും. അതിനാണ് പ്ലസ് ഇസീക്വൽ ടു. ഇപ്പോൾ കിട്ടുന്ന ഗുണിച്ചിട്ടുന്ന വാല്യൂ എപ്പോഴും സമ്മിൽ ആഡായി, സമ്മിൻ്റെ അകത്ത് ആ വേരിയബിളിൻ്റെ അകത്ത്. അപ്പം ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, അറേ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഓരോ അറേ ഐൻ്റെ വാല്യൂ ഓരോ വട്ടം മാറില്ല അറേയുടെ ലെങ്ത് അനുസരിച്ച് ആ വാല്യൂ ഓരോന്നും നമ്മൾ എടുക്കുന്നതിനാണ് അറേ ഡോട്ട് ഐ കൊടുക്കുന്നത്. ഇൻറ്റു സ്റ്റാർ ചിഹ്നം കൊടുത്ത് ടാർഗറ്റ്. ആ ടാർഗറ്റിലോട്ട് നമ്മൾ ആ ഓരോ വട്ടവും ഇങ്ങനെ ഗുണിക്കുന്ന അറേ അതിൻ്റെ അകത്ത് എടുക്കുന്ന പൊസിഷനിൽ നിന്ന് എടുക്കുന്ന വാല്യൂ ടാർഗറ്റിലെ വാല്യൂ നമ്മൾ ഗുണിച്ച് ആ സമ്മിലോട്ട് അതിനെ പ്ലസ് ഇസിക്വൽ ആഡ് ചെയ്യും. ആ സമ്മിലോട്ട് ആ വാല്യൂ ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, അവസാനം റിട്ടേൺ ചെയ്യണത് സമ്മിനെ റിട്ടേണും ചെയ്യും. നമുക്ക് ലോഗിൻ്റെ അകത്ത് വിളിക്കാം. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലോഗിൻ്റെ അകത്ത് വിളിക്കുന്നത്. മൾട്ടിപ്ലൈ അറേൻ്റെ അകത്തോട്ട് ഞാൻ അറേനെയും അതുപോലെ തന്നെ ടാർഗറ്റിനെയും പാസ് ചെയ്ത് നമുക്ക് ഇനി ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 3612 വന്ന്. ഓക്കെ, ഔട്ട്പുട്ട് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. ഇത് മെയിൻലി ഞാൻ ചെയ്യാൻ തന്നെ കണ്ടീഷൻസും ആ ഫോർ ലൂപ്പും വേരിയബിൾ ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയാണ്. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ ഞാൻ ഇവിടെ സ്റ്റെപ്പ് 1 എന്ന് കൊടുത്ത് കണ്ടീഷൻ സ്റ്റെപ്പ് 1 ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഇഫ് അറേ ഡോട്ട് അറേയുടെ ലെങ്ത് ഈക്വൽ ടു 0 ആണെങ്കിൽ, അറേയുടെ ലെങ്ത് 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. വാല്യൂ നോട്ട് ഫൗണ്ട് എന്ന് റിട്ടേൺ ചെയ്യണം. ഒരു വാല്യൂം ഈ അറേൻ്റെ അകത്ത് ഇല്ല എന്ന് റിട്ടേൺ ചെയ്യണം. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാറുണ്ട്. ഈ അറേ ഡോട്ട് ലെങ്ത് 0 വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് കൊടുത്ത കാര്യം എന്ന് പറഞ്ഞുതരാം. ലോഗ് അറേ ഡോട്ട് ലെങ്ത് എന്ന് വിളിച്ച് ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഓക്കെ, അറേയുടെ ലെങ്ത് 9 ആണ്. ഞാൻ ഇവിടെ 1 0th പൊസിഷനിലെ വാല്യൂവിനെ മാത്രം വെച്ച് ഞാൻ വിളിക്കുമ്പം
ആ ലെങ്ത് 1 ആയി. ഓക്കെ, അപ്പം നിങ്ങൾ ഡൗട്ട് തോന്നരുത്. മീൻസ് ചിലർക്ക് ഇപ്പോൾ ഡൗട്ട് തോന്നും, 0th പൊസിഷനിൽ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാത്ത വാല്യൂ ആണോ 0 1 2 3 അല്ലേ? അപ്പം എങ്ങനെ ആ ലെങ്ത് വിളിക്കുമ്പം ഇതെങ്ങനെ ഒരു സംഖ്യ എപ്പോഴും കൂടുതലായിരിക്കും. മീൻസ് ഇത് മീൻസ് എങ്ങനെ 9 നിങ്ങളിപ്പം 0 1 2 3 എണ്ണുമ്പം ഇതൊരു 9 വാല്യൂ ഉള്ളു. മീൻസ് അത് വേണമെങ്കിൽ പറഞ്ഞ് കാണിച്ചു തരാം. 2 3 4 5 ഇത്രയും വാല്യൂ ഉണ്ട്. ഇപ്പം ലെങ്ത് വിളിക്കുമ്പോൾ ഓക്കെ 9 വാല്യൂസ് ഉണ്ട്. 9 വാല്യൂ ഉണ്ട്. പക്ഷേ നമ്മൾ അറേൻ്റെ അകത്ത് എണ്ണുമ്പോൾ അറേയുടെ ഒരു കോൺസെപ്റ്റ്, നമ്മളെ കോൺസെപ്റ്റിൽ ഇതിൽ 9 വാല്യൂ ഉണ്ട്. പക്ഷെ അറേയുടെ കോൺസെപ്റ്റ് ഇതിൽ എത്ര വാല്യൂ? 0 1 വാല്യൂ 0 1 2 3 4 5 6 7 8 8 സംഖ്യയെ അറേയുടെ രൂപത്തിൽ നമ്മൾ എണ്ണുമ്പോൾ ഇതിൻ്റെ അകത്തുള്ളു. പക്ഷെ നമ്മളെ രൂപത്തിൽ എണ്ണുമ്പോൾ ഇതിൽ 9 സംഖ്യയുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെ 0 വന്ന അറേയുടെ ലെങ്ത് 0 വന്ന അറേൻ്റെ അകത്ത് ഒന്നുമില്ല. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയത്, ഡൗട്ട് വരാതിരിക്കാനായിട്ട്. ഞാൻ ഇതെല്ലാം കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അറേയുടെ ലെങ്ത് 0 ആണെങ്കിൽ അറേൻ്റെ അകത്ത് ലെങ്ത് 0 എന്ന് പറഞ്ഞാൽ അറേൻ്റെ അകത്ത് വാല്യൂ ഇല്ല. ഇത് നമ്മളെ പർപ്പസിൽ എണ്ണി നോക്കണം. മീൻസ് നമ്മൾ ഒരു മനുഷ്യൻ എണ്ണുന്ന രീതി കണക്കാക്കി നമുക്ക് അറേ ഡോട്ട് ലെങ്ത് 0 ആണെങ്കിൽ 0 അറിയാം. പക്ഷേ അറേയുടെ പർപ്പസിലാണെങ്കിൽ 0 എന്ന് പറഞ്ഞാൽ 0യിൽ വാല്യൂ ഉണ്ട്. 0 1 2 3 ആ രീതിയിലാണ് വാല്യൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്റ്റെപ്പ് 2, അടുത്ത നമുക്ക് ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ ഈ അറേൻ്റെ അകത്ത് സ്ട്രിങ് വല്ലോ അടങ്ങിയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അറേൻ്റെ അകത്ത് സ്ട്രിങ് വല്ലോ, ഈ 2 കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. പക്ഷെ ഒരുപാട് കണ്ടീഷൻ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ചെക്ക് ചെയ്യാം. ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മീൻസ് അല്ലെങ്കിൽ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. പല രീതിയിലും നമ്മൾ ക്ലയൻസ് അതിനെ നോക്കും. പല രീതിയിൽ പലരും പല രീതിയിലായിരിക്കും ഇത് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് കണ്ടീഷൻ എഴുതേണ്ടി വരും. ഇപ്പം ഞാൻ വേറെ 2 കണ്ടീഷൻ മാത്രമേ എഴുതുന്നുള്ളൂ തൽക്കാലത്തേക്ക്. ഞാൻ ഇപ്പം ലെറ്റ് സമ്മ് സോറി ഞാൻ സ്റ്റാറ്റസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റസ് എങ്ങനെ സ്ട്രിങ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് എന്താവും? ട്രൂ ആവും. ഇപ്പൊ തൽക്കാലത്ത് സ്റ്റാറ്റസ് ഞാൻ ഫാൾസ് ആക്കി ഇട്ടേക്കാണ്. ട്രൂ ആവുന്ന സിറ്റുവേഷനിൽ ട്രൂ ആവും. ഓക്കെ, 1 2 അത് കഴിഞ്ഞ് ഹലോ ഹായ്. അപ്പൊ 2 നമ്പർ 2 സ്ട്രിങ്ങും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ഇപ്പൊ അറേ ഡോട്ട് ഇവിടെ ഫിൽട്ടർ ആണ് ഉപയോഗിക്കുന്നത്. ആ ഫിൽട്ടർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യണത് വാല്യൂ എന്ന് പറഞ്ഞാൽ അറേൻ്റെ അകത്തു നിന്നുള്ള എടുക്കുന്ന ഓരോ പൊസിഷനിലെ വാല്യൂസിനെ നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നമ്മൾ അറേൻ്റെ അകത്ത് നിന്ന് ഓരോ പൊസിഷനിൽ നിന്ന് വാല്യൂ എടുത്ത് ഇഫ് ഈ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. ടൈപ്പ് ഓഫ് എന്ന് വെച്ചപ്പോൾ നമ്മളൊരു വാല്യൂവിനെ ഞാൻ വിളിച്ച് ഇപ്പം അതിൻ്റെ അകത്ത് വരുന്ന അതൊരു നമ്പർ ആണെങ്കിൽ ടൈപ്പ് ഓഫ് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ഇപ്പം നമ്പർ ആണെങ്കിൽ അത് നമ്പർ എന്ന് റിട്ടേൺ ചെയ്യും. ഇവിടെ വരുന്ന ഒരു അക്ഷരമാണെങ്കിൽ സ്ട്രിങ് എന്ന് റിട്ടേൺ ചെയ്യും. ട്രൂ ഓർ ഫാൾസ് ആണെങ്കിൽ അത് ബൂളിയൻ എന്ന് റിട്ടേൺ ചെയ്യും. അതിൻ്റെ ഡെമോയ്ക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ മുകളിൽ ലോഗ് എന്ന് കൊടുത്തിട്ട് ടൈപ്പ് ഓഫ് ഈ ടാർഗറ്റ് വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. നമ്പറാണ് ടാർഗറ്റ് വാല്യൂവിൻ്റെ ടൈപ്പ്, നമ്പറാണ്. ഈ ടാർഗറ്റ് ഇപ്പോൾ വേണേൽ അടുത്തൊരു കണ്ടീഷൻ ഒക്കെ ടാർഗറ്റ് വാല്യൂ സ്ട്രിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഗുണിച്ച് ആൻസർ കണ്ടെത്താൻ പറ്റില്ല. ആ കണ്ടീഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ നമ്പർ മാറ്റി ഞാൻ ട്രൂ എന്നാക്കി. ഓക്കെ, അത് ബൂളിയൻ വാല്യൂ ആണ് എന്നവിടെ മുകളിൽ കാണിച്ച്. ഇനി ഞാൻ ഇവിടെ സ്ട്രിങ് എന്ന് കൊടുക്കണ്ട, നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. ഹെലോ എന്ന് ഞാൻ കൊടുത്ത് ഞാൻ ഹെലോ എന്ന് കൊടുത്തിട്ട്
ഞാൻ ഇവിടെ ശരിക്കും വേണ്ട സ്ട്രിങ് എന്ന് എഴുതി കാണിച്ച്. അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മീൻസ് പല സാഹചര്യത്തിൽ ചെറിയൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് പല വാലിഡേഷൻ ടൈമിലൊക്കെ നമുക്ക് ടൈപ്പ് ഓഫ് ആവശ്യം വരും. യൂസർ ഇപ്പം നമ്പർ പാസ് ചെയ്യാനെടുത്ത് സ്ട്രിങ് പാസ് ചെയ്ത് അല്ലെങ്കിൽ ബൂളിയൻ വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും പാസ് ചെയ്ത് നമുക്കത് അറിയാൻ പറ്റും. നമുക്കപ്പോൾ ടാർഗറ്റിന് നമുക്ക് നമ്പർ തന്നെ ആക്കാം. നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് എന്താണെന്ന് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മളപ്പോൾ ഇനി ടൈപ്പ് ഓഫിൻ്റെ അകത്ത് ആ വരുന്ന ഓരോ വാല്യൂവിനും ടൈപ്പ് ഓഫ് വെച്ച് ചെക്ക് ചെയ്തിട്ട് ആ ടൈപ്പ് ഓഫ് എന്നാണ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ഇപ്പം സ്ട്രിങ് ആണെങ്കിൽ താഴെ ഇത് വന്നിട്ട് സ്ട്രിങ് ബൂളിയൻ അതുപോലെ ഫംഗ്ഷൻ നമ്പർ ഒബ്ജക്റ്റ് സ്ട്രിങ് സിമ്പിൾ അൺഡിഫൈൻഡ് ഒന്നും മനസ്സിലാവാത്തതാണെങ്കിൽ ഓക്കെ. അപ്പം നമ്മളുടെ സെലക്ട് ചെയ്യുന്ന സ്ട്രിങ് ആണ്. അപ്പം ടൈപ്പ് ഓഫ് വാല്യൂ വരുന്ന വാല്യൂവിന് ടൈപ്പ് ഓഫ് വെച്ച് ചെക്ക് ചെയ്യുമ്പം സ്ട്രിങ് ആണ് വരുന്നതെങ്കിൽ സ്റ്റാറ്റസ് ട്രൂ ആവണം. സ്റ്റാറ്റസ് ട്രൂ ആവണം. റിട്ടേൺ ഞാൻ കൊടുത്തു. സ്റ്റാറ്റസ് ട്രൂ ആയിട്ട് റിട്ടേൺ ഞാൻ കൊടുത്തു. ഓക്കെ, ഇത് താഴെ അടുത്തൊരു ഇഫ് കണ്ടീഷൻ, അതൊരു 1 ലൈൻ ഇഫ് കണ്ടീഷൻ ആണ്. സ്റ്റാറ്റസ് എന്ന് വെറും നമ്മൾ കൊടുത്താൽ ഇപ്പോൾ ഒരു ഇഫ് കണ്ടീഷൻ്റെ അകത്ത് നമ്മളൊരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഒരു വേരിയബിൾ കൊടുത്ത് ആ വേരിയബിളിൻ്റെ അകത്ത് വേരിയബിൾ ട്രൂ ആണെങ്കിൽ ആ വേരിയബിളിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്ത ഒരു എം ടി വേരിയബിൾ കൊടുത്ത് അത് ഇഫ് കണ്ടീഷൻ ഫാൾസ് ആവും, മീൻസ് എൽസ് കേസിലോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ നമ്പർ സ്ട്രിങ് അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്താൽ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് കൊടുത്താൽ അത് ഇഫ് കണ്ടീഷൻ വർക്കാവും. ഇപ്പം ഫാൾസ് ആയിട്ടുള്ള വേരിയബിൾ ആണ് നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതെങ്കിൽ അത് എറർ കാണിക്കും. മീൻസ് സോറി, എറർ അല്ല, എൽസ് കേസിലോട്ട് പോകും. ഇനി അവിടെ റിട്ടേൺ എന്ന് കൊടുത്ത് സിംഗിൾ ലൈൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇഫ് കണ്ടീഷൻ സ്റ്റാറ്റസിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇഫ് കണ്ടീഷൻ വർക്കാവും. സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ നേരെ എന്ത് റിട്ടേൺ ചെയ്യും? അറേ കണ്ടെയ്ൻസ് സ്ട്രിങ്. അറേൻ്റെ അകത്ത് സ്ട്രിങ്സ് ഉണ്ടെന്ന് എന്ത് ചെയ്യും? ഇത് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എന്താണെന്ന്. അറേ കണ്ടെയ്ൻസ് സ്ട്രിങ്സ് എന്ന്. ഓക്കെ, അപ്പോൾ ഇതൊരു കണ്ടീഷനായി. ഇപ്പോൾ 2 കണ്ടീഷൻ ചെക്ക് ചെയ്ത്, ഒന്ന് നമ്മുടെ വാല്യൂ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത്, രണ്ടാമത് അറേൻ്റെ അകത്ത് എന്തെങ്കിലും സ്ട്രിങ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത്, വേണമെങ്കിൽ മൂന്നാമത് നമുക്ക് നേരത്തെ പറഞ്ഞ ടാർഗറ്റ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എറർ മെസ്സേജ് പാസ് ചെയ്യാം. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞ് ഇഫ് കണ്ടീഷൻ ടൈപ്പ് ഓഫ് ടാർഗറ്റ് എം ടി ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് ഞാൻ ചെക്ക് ചെയ്യുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ മുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് എം ടി ആണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യണം. ടാർഗറ്റിൻ്റെ അത് ടാർഗറ്റ് പാസ് ചെയ്തിട്ടില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ചെയ്തോളണം. ഓക്കെ, അത് നിങ്ങൾക്കുള്ള ടാസ്ക്കാണ്. അപ്പം ടൈപ്പ് ഓഫ് ടാർഗറ്റ് ഡബിൾ അസൈൻ കൊടുത്തിട്ട് നമ്മൾ ഇനി ചെക്ക് ചെയ്യണം. നമ്പർ ആണെങ്കിൽ ഇവിടെ ഞാൻ ഇവിടെ നോട്ട് ചിഹ്നം ഉപയോഗിച്ച് എന്തെന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ടാർഗറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു നമ്പർ ആണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ടൈപ്പ് ഓഫ് ടാർഗറ്റ് കൊടുത്തേക്കണം. ടൈപ്പ് ഓഫിൻ്റെ അകത്ത് ടാർഗറ്റിൻ്റെ അകത്തുള്ള വാല്യൂ ചെക്ക് ചെയ്യുമ്പം ആ വരുന്ന വാല്യൂ നോട്ട് നമ്പർ ആണെങ്കിൽ, നമ്പർ അല്ലാതെ ഇപ്പം നമ്പറിനോട് സ്ട്രിങ് ബൂളിയൻ അല്ലെങ്കിൽ അറേ ഒബ്ജക്റ്റ് എന്ത് വന്നാലും ഇതെന്താണ് കണ്ടീഷൻ വർക്ക് ആവരുത്. കണ്ടീഷൻ വർക്കാണ്. മീൻസ് നമ്പർ അല്ലാതെ എന്ത് കാര്യം ടൈപ്പ് ഓഫ് റിട്ടേൺ ചെയ്താലും ആ ഇഫ് കണ്ടീഷൻ വർക്ക് ആവണം. റിട്ടേൺ ചെയ്യണം. നമുക്ക് ബാക്ക് ടിക്ക് കൊടുക്കാം. എസ്കേപ്പ് കീയുടെ തൊട്ട് താഴെ ഉള്ള ഒരു കീ ആണ് ബാക്ക് ടിക്ക്. ഒരു ചരിഞ്ഞ രൂപത്തിലുള്ള ഒരു കോമ. ബാക്ക് ടിക്ക്, അതിൻ്റെ പേര് ബാക്ക് ടിക്ക് എന്നാണ്. നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ
ടാർഗറ്റ് ഈസ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ബാക്ടിക്കിൻ്റെ അകത്ത് നമുക്ക് വേരിയബിൾസ് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബാക്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. റിയാക്റ്റിൻ്റെ അകത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കും ബാക്ടിക്കാണ് അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കിനി കൊടുക്കാം ടൈപ്പ് ഓഫ് ടാർഗറ്റ് എന്ന് ഞാൻ കൊടുത്ത്. അപ്പോൾ ടാർഗറ്റിൻ്റെ വാല്യൂ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് അതിങ്ങനെ ഇതിലിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്നു. ഓക്കെ, അറേ കണ്ടെയ്ൻസ് സ്ട്രിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറേൻ്റെ അകത്തുള്ള ആ പ്രശ്നം ആദ്യം മാറ്റാം. ഓക്കെ, 21 ഇപ്പോൾ കിട്ടി. 7 ഉണ്ട്, 1നെ 2നെ ഗുണിച്ചപ്പോൾ 21 കിട്ടി. നമുക്ക് ഇനി നമ്മുടെ ടാർഗറ്റ് വാല്യൂ ഒന്ന് എന്താക്കാം, ട്രൂ. ടാർഗറ്റ് ഈസ് ബൂളിയൻ. എറർ അടിച്ചത് ടാർഗറ്റ് ഈസ് ബൂളിയൻ വാല്യൂ ആണ്. നമുക്കിപ്പോൾ ഇവിടെ സ്ട്രിങ് ആക്കി നോക്കാം. ടാർഗറ്റ് ഈസ് സ്ട്രിങ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണോ ഔട്ട്പുട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ ടാർഗറ്റ് ഈസ് സ്ട്രിങ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് അത് ഏത് രീതിയിലും കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് ഈ മെത്തേഡ് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ടൈപ്പ് ഓഫ് ടാർഗറ്റിൽ വരുന്ന വാല്യൂ നോട്ട് നമ്പർ ആണെങ്കിൽ ഈ കണ്ടീഷൻ വർക്ക് ആവണം. നോട്ട് ഇസ് ഈക്വൽ ടു നമ്പർ. 3 ഇസ് ഈക്വൽ ടു കൊടുത്താൽ വരുന്ന രണ്ടും ഇപ്പം ഇവിടെ വരുന്നത് സ്ട്രിങ്ങും മറ്റും അതാ ഒരു ഇത് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാൻ നമ്മൾ 3 അസൈൻ കൊടുക്കണത്. ഇപ്പോൾ 2 എണ്ണം ഞാൻ തൽക്കാലം കൊടുത്തിട്ടുള്ളൂ. 3 എണ്ണം കൊടുത്താൽ ഇവിടെ വർക്ക് ആവും കേട്ടോ. 2 സ്ട്രിങ് ടൈപ്പാണ് വരുന്ന. ഇവിടെ ഇപ്പോൾ ടൈപ്പ് ഓഫ് ടാർഗറ്റ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്ട്രിങ് ആണ്. നമ്മുടെ കൊടുത്തേക്കുന്ന വാല്യൂ സ്ട്രിങ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, 3 അസൈൻ നമ്മൾ കൊടുത്താൽ ഇത് വർക്ക് ആവും. പിന്നെ 2 എണ്ണേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് ഓഫ് ടാർഗറ്റിൻ്റെ അകത്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നോട്ട് നമ്പർ ആണെങ്കിൽ, നമ്പർ അല്ല ആ ടൈപ്പ് ഓഫ് ടാർഗറ്റ് റിട്ടേൺ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം, ടാർഗറ്റ് ഈസ് ഇന്ന വാല്യൂ ആണെന്ന് നമുക്കുള്ള മീൻസ് ആ യൂസറിൻ്റെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ ടാർഗറ്റിൻ്റെ അകത്ത് വാല്യൂ ഇല്ലെങ്കിൽ പാസ് ചെയ്യേണ്ട കണ്ടീഷൻ നിങ്ങൾ എഴുതിക്കോണം. ഓക്കെ, ഇന്നത്തെ ചലഞ്ച് ഇത്രയേ ഉള്ളൂ. ഏകദേശം നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങളെ ഫംഗ്ഷൻസിൻ്റെ പല ഉപയോഗങ്ങളും ഫംഗ്ഷൻസ് അല്ല, ഇഫ് കണ്ടീഷൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചെറിയൊരു ഇത് വളരെ സിമ്പിളാണ്. വേഗം തന്നെ കേട്ട ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ചലഞ്ചാണ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എന്തെങ്കിലും വീഡിയോയിൽ പോരായ്മ അല്ലെങ്കിൽ പുതിയ ചലഞ്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരുപാട് വീഡിയോസ് നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ചാനലിൻ്റെ അകത്ത് ഇടുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.